കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയായി ലിയോ 14 മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചില അപൂർവതകൾ കൂടിയാണ് പിറന്നു വീണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, USA നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ലിയോ എന്നൊരു പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഡിജിറ്റൽ ലോകം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ്റ്ററൽ മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു അപൂർവത ലിയോ 14 മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ വേൾഡുമായി ബന്ധപ്പെട്ട് ഒരു ട്വിറ്റർ അക്കൗണ്ട്, നമുക്കറിയാം ഇപ്പോൾ അത് എക്സ് പ്ലാറ്റ്ഫോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പേഴ്സണലായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോം ഉള്ള ആദ്യത്തെ ഒരു മാർപ്പാപ്പയാണ് ലിയോ 14 മാർപ്പാപ്പ. 2012 ഡിസംബർ മാസത്തിൽ മാർപ്പാപ്പയ്ക്ക് ഒഫീഷ്യലായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് തുറന്നിരുന്നു, ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലൊക്കെ. എന്നാൽ ബെനഡിക്ട് 16 മാർപ്പാപ്പയായിക്കോട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയായിക്കോട്ടെ, അവരുടെ ഒരു ട്വിറ്റർ ഹാൻഡിൽ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ഒരു ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടാണ്. അതിനാൽ തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പേഴ്സണലായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് ഉള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ലിയോ 14 മാർപ്പാപ്പ, കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ആരംഭിച്ചത് 2011 ഓഗസ്റ്റ് മാസത്തിലാണ്. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ ആ ഒരു എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100,000-ന് അടുത്തായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 2025 മെയ് മാസം 10-ാം തീയതി നമ്മൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 4,83,000-ഓളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വെറും ഒരു 30 മണിക്കൂറിനുള്ളിൽ ഒരു വൻ തോതിലുള്ള ഒരു ഫോളോവേഴ്സിൻ്റെ ഒരു വർധന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല 87ഓളം എക്സ് അക്കൗണ്ടുകൾ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൻ്റെ പേര് എന്ന് പറയുന്നത് @DR പ്രവോസ്റ്റ് എന്നാണ്. റോബർട്ട് പ്രവോസ്റ്റ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട്, വെരിഫൈഡ് അക്കൗണ്ടാണ്. ഒപ്പം അദ്ദേഹം 3 കാര്യങ്ങളാണ് അതിനെപ്പറ്റി അതിൽ കുറിച്ചിരിക്കുന്നത്. ഒന്ന്, കാത്തോലിക്കോ, ഒപ്പം തന്നെ അഗസ്റ്റീനോ ഒബിസ്പോ, കത്തോലിക്കനാണ്, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹാംഗമാണ്, ബിഷപ്പാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ലാസ്റ്റായിട്ട് അദ്ദേഹം തൻ്റെ ട്വിറ്റർ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിരിക്കുന്നത്, എക്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്. ഏപ്രിൽ 15-നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സമകാലിക വിഷയങ്ങളിൽ, സഭയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, ലോകത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പേഴ്സണലായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ കുറിച്ചിട്ടുള്ള ട്വീറ്റുകൾ അത് വളരെ കുറവാണ്. അത്തരം ട്വീറ്റുകൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അപ്ഡേഷൻ, സഭയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ അറിയിക്കുന്നതിലാണ് അദ്ദേഹം പേഴ്സണലായിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഭൂരിഭാഗം ട്വീറ്റുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ട്വിറ്റർ അക്കൗണ്ട് പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ട്വീറ്റുകളും മറ്റ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് പേജുകളിലെ ചില പോസ്റ്റുകൾ, ചില വാർത്തകൾ, ചില വീഡിയോകൾ അദ്ദേഹം റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രെൻഡാണ് അദ്ദേഹത്തിൻ്റെ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്, ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കാർഡിനലിൻ്റെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്, ഒരു കൗതുകരമായിട്ടുള്ള കാര്യമുണ്ട്. ഒരു മലയാളിയുടെ ഒരു ട്വീറ്റ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ജോസ്, നമുക്കറിയാം ഡിജിറ്റൽ ലോകത്തിൽ പ്രത്യേകിച്ച് ട്വിറ്റർ അല്ലെ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ശക്തമായിട്ട് സഭയുടെ നിലപാടുകൾ അറിയിക്കുന്ന, സഭയുടെ വാർത്തകളൊക്കെ പങ്കുവയ്ക്കുന്ന ആ ഒരു സഭയുടെ ഒരു ഡിജിറ്റൽ പോരാളി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സച്ചിൻ ജോസിൻ്റെ ട്വീറ്റ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. 2022 നവംബർ മാസം 7-ാം തീയതി സച്ചിൻ ജോസ് ട്വീറ്റ് ചെയ്ത ഒരു വാർത്തയുണ്ട്. 118 വയസ്സുള്ള കാത്തലിക് നൺ ആയിട്ടുള്ള കത്തോലിക്ക സന്യാസിയായിട്ടുള്ള സിസ്റ്റർ ആൻഡ്രയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന വ്യക്തി എന്നൊരു വാർത്ത. അപ്പോൾ ആ സിസ്റ്റർ ആൻഡ്രേ അതിനോടകം തന്നെ 10ഓളം മാർപ്പാപ്പമാരെ തൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അന്ന് കാർഡിനൽ അന്ന് അദ്ദേഹം കാർഡിനലായിരുന്നിട്ടില്ല, അദ്ദേഹം ബിഷപ്പായിരുന്നു. അദ്ദേഹം കാർഡിനലായിട്ട് ഉയർത്തപ്പെട്ടത് 2023 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ അന്ന് ബിഷപ്പായിരുന്ന ബിഷപ്പ് റോബർട്ട് പ്രവോസ്റ്റ് അന്ന് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, അദ്ദേഹം പലപ്പോഴും റീപോസ്റ്റ് ചെയ്യാറുള്ള ട്വീറ്റുകൾ വത്തിക്കാൻ്റെ വാർത്തകളാണ്, മാർപ്പാപ്പയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്നുള്ള വാർത്തകളാണ്. ഒപ്പം തന്നെ ചില
കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിൻ്റെ ട്വിറ്റർ ഹാൻഡിലുകളുടെ ആ ഒരു വാർത്തകളാണ്, അവിടെ നിന്നും വരുന്ന വാർത്തകളാണ്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ സച്ചിൻ ജോസിൻ്റെ ആ ഒരു ട്വീറ്റ് പുതിയ മാർപ്പാപ്പ ബിഷപ്പായിരുന്ന സമയത്ത് റീപോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗതുകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് 2011 മുതൽ അദ്ദേഹം ട്വിറ്ററിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് പലപ്പോഴും അദ്ദേഹം ട്രംപ് ഭരണകൂടത്തെ അദ്ദേഹം ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ച് അഭയാർത്ഥികളെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തിൽ ട്രംപ് ഭരണകൂടത്തെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഞാനത് പറയാനുള്ള ഒരു കാരണം, ഏറ്റവും ലാസ്റ്റായിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തതും ഈ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ട്വീറ്റാണ് അദ്ദേഹം റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. റോക്കോ പൽമോ എന്ന് പറയുന്ന ആ ഒരു ട്വിറ്റർ ഹാൻഡിൽ നിന്നുള്ള ആ ഒരു പോസ്റ്റാണ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതിനു മുമ്പ് അദ്ദേഹം ലാസ്റ്റായിട്ട് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2025 ഫെബ്രുവരി മാസം 25 തീയതിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഏത് തരത്തിലാണ് തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ പ്രതികരിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഷെയർ ചെയ്തത് എന്നുകൂടി നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആ ട്വിറ്റർ ഹാൻഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അബോർഷനെതിരെ അദ്ദേഹം ശക്തമായിട്ട് നിലകൊണ്ടിരുന്നു. പ്രോലൈഫ് ആശയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് നിലകൊണ്ടിരുന്നു. അത്തരത്തിലുള്ള പല വാർത്തകളും പല നിലപാടുകളും അദ്ദേഹം തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഹിലാരി ക്ലിൻ്റൺ 2016 അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ഹിലാരി ക്ലിൻ്റൻ്റെ ആ ഒരു പ്രോ അബോർഷൻ നിലപാടിനെ വിമർശിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളൊക്കെ അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ശക്തമായിട്ട് പ്രോലൈഫ് നിലപാടുകൾ സ്വീകരിക്കുന്ന മാർപ്പാപ്പയാണ് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ നിലവിലെ ആ ഒരു ട്വിറ്റർ ഹാൻഡിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ പലപ്പോഴും വളരെയധികം ചർച്ചയാവുന്ന ഒരു കാര്യമാണ് ഈ തോക്കുകളുടെ ഒരു നിയന്ത്രണം. സാധാരണക്കാർക്ക് തോക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു കാര്യം പലപ്പോഴും അമേരിക്കയിൽ ചർച്ചയാകാറുണ്ട്. അപ്പോൾ ഒരു ഗൺ കൺട്രോൾ അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ഒരു കാര്യം, ആ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഈ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം പലപ്പോഴും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ റേസിസത്തിനെതിരെ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം 2020 ജോർജ് ഫ്ലോയിഡിൻ്റെ ആ ഒരു കൊലപാതകം, അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോവിഡ് വാക്സിൻ, മാസ്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ക്ലൈമറ്റ് ചേഞ്ച്, പ്രകൃതിക്ക് വേണ്ടിയിട്ട്, അതിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പലപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ട്വീറ്റുകളും നമുക്ക് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഡെത്ത് പെനാൽറ്റി, ഒപ്പം തന്നെ ദയാവധം, അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. 2015 മാർച്ച് മാസം 5 തീയതി അദ്ദേഹം ട്വീറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇറ്റ്സ് ടൈം ടു എൻഡ് ദി ഡെത്ത് പെനാൽറ്റി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചില തോട്ട്സ്, ചില നിലപാടുകൾ, ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹം പലപ്പോഴും തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ട്വീറ്റുകളും ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 8 വർഷം 9 വർഷം മുമ്പുള്ള പല നിലപാടുകൾ, പല ട്വീറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. സഭയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2015 ഹഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ദി കാത്തലിക് ചർച്ച്, അതായത് സഭയുടെ ഭാവി എന്നത്, അല്ലെങ്കിൽ സഭയുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് അത് എങ്ങനെയാണ് യങ്ങറായിട്ടുള്ള കാത്തലിക്സിനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താൻ സാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്ന് കെരി വെബർ എഴുതിയ ഹഫ് പോസ്റ്റിൽ എഴുതിയൊരു ആർട്ടിക്കിൾ അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആർട്ടിക്കിളിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ കുറെ കൂടി നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഒരു ആർട്ടിക്കിളിലുണ്ട്. ഒപ്പം തന്നെ കുറെ കൂടി ഒരു ഗ്ലോബലായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സഭ അത്തരത്തിൽ വളരേണ്ടതിൻ്റെ, ആ ഒരു സ്വഭാവം കൈവരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ആ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം യങ്ങറായിട്ടുള്ള സമൂഹത്തെ അല്ലെങ്കിൽ യങ്ങറായിട്ടുള്ള കാത്തലിക് ജനറേഷനെ കൂടുതൽ ശ്രമിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി അന്ന് 2015
ബിഷപ്പായിരുന്ന റോബർട്ട് പ്രവോസ്റ്റ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്ത ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകളിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ പറഞ്ഞ വർഷങ്ങളൊക്കെ 2015 ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, ചില കാഴ്ചപ്പാടുകളൊക്കെ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ നമ്മളിത് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം പ്രേക്ഷകരുമായി പങ്കുവെച്ചത് മെയിനായിട്ടും ട്വിറ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യമായിട്ടാണ് സ്വന്തമായൊരു പേഴ്സണൽ എക്സ് പ്ലാറ്റ്ഫോമുള്ള അല്ലെങ്കിൽ ഒരു ട്വിറ്ററിൽ ഒരു അക്കൗണ്ടുള്ള ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം വിവിധ തരത്തിലുള്ള വാർത്തകളും നിലപാടുകളും അദ്ദേഹം തൻ്റെ അക്കൗണ്ടിലൂടെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മലയാളിയുടെ ട്വീറ്റ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സച്ചിൻ ജോസിൻ്റെ ആ ഒരു ട്വീറ്റ് അദ്ദേഹം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മാർപ്പാപ്പയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് പല അപൂർവതകളും പല വ്യത്യസ്തതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതും ഒരു അപൂർവതയാണ്, ഒരു വ്യത്യസ്തതയാണ്. ഈ കാര്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വത്തിക്കാനിൽ നിന്നും ജോർജി ജോസ്, ഷെഗിന ന്യൂസ്.